വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ തിരുവചനങ്ങൾ. ദേവാലയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനുള്ള തീക്ഷ്ണത ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കണം. ദേവാലയ പരിശുദ്ധിക്ക് ചേരാത്തതൊന്നും സംഭവിക്കാതിരിക്കുവാൻ ആരാധകർ ശ്രദ്ധിക്കണം. ദൈവത്തിന് ബലിയർപ്പിക്കുന്ന സമൂഹം ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിരിക്കണം. അതുപോലെ തന്നെ ദേവാലയത്തോട് ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ശുശ്രൂഷകളിലും കർമ്മങ്ങളിലും കച്ചവട മനോഭാവത്തിൻ്റെയോ ഭൗതിക താല്പര്യങ്ങളുടെയോ സ്വാധീനമുണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ദേവാലയത്തിൽ കടന്നു വരുന്ന എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് സഹായകമാക്കുന്ന വിധം ദേവാലയവും പരിസരവും കാത്തു സൂക്ഷിക്കുകയും വേണം. ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്കെതിരായി പ്രവർത്തിച്ചവരോട് ഈശോ കോപത്തോടുകൂടി പ്രതികരിച്ചു. ഈശോയുടെ കോപത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖം കാണുവാൻ നമുക്ക് കഴിയണം. ഒരു നല്ല പിതാവ് സുപുത്രനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ദൈവം തൻ്റെ സ്വന്തം ജനത്തെ ശിക്ഷണത്തിലൂടെ വളർത്തുന്നു എന്ന സത്യമാണ് നാം കാണേണ്ടത്. നല്ല ശിക്ഷണത്തിൽ കോപത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും സ്ഥാനമുണ്ട്. കോപം വെറും വൈകാരിക പ്രതികരണമോ പ്രതികാര മനോഭാവം ഉൾക്കൊള്ളുന്നതോ ആകുമ്പോഴാണ് അത് തിന്മയായി തീരുക. നമ്മെ ജീവിക്കുന്ന കർത്താവായ ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.